ഹൈദരാബാദിൽ സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ട 2 ISIS ഭീകരരെ ആന്ധ്ര തെലങ്കാന പോലീസ് സംഘം പിടികൂടി. സിറാജ് റഹ്മാൻ, സയ്യിദ് സമീർ എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്നും സ്ഫോടനം നടത്താൻ ഉപയോഗിക്കുന്ന അമോണിയ, സൾഫർ, അലൂമിനിയം പൗഡർ എന്നിവയൊക്കെ പിടികൂടിയിട്ടുണ്ട്. ശ്രീധരൻ വിവരങ്ങളുമായിട്ട്. ശ്രീധരൻ, എവിടെ നിന്നാണ് ഇവർ വലയിലായത്? മറ്റാരെങ്കിലും ഇനി സംഘത്തിലുണ്ടോ? വ്യാപകമായ പരിശോധന ഇരു സംസ്ഥാനങ്ങളും നടക്കുന്നുണ്ടോ? ദിവിഷ ആര്യ, തെലങ്കാന ആന്ധ്ര പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ വിഭാഗം, അതുപോലെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗം ഇതൊക്കെ നടത്തിയ സംയുക്ത ഓപ്പറേഷനിലാണ് ഈ 2 കൊടും ഭീകരർ പിടിയിലായിരിക്കുന്നത്. ഇവർക്ക് ISISുമായുള്ള ബന്ധം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹൈദരാബാദ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഡമ്മി സ്ഫോടനങ്ങൾ നടത്താനായിരുന്നു ഇവരുടെ പദ്ധതി എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതിൽ ഒരാൾ വിജയനഗരം, ആന്ധ്രാപ്രദേശിലെ വിജയനഗരം സ്വദേശിയാണ് സിറാജ് റഹ്മാൻ. മറ്റേയാൾ സയ്യിദ് അമീർ, ഇയാൾ ഹൈദരാബാദിൽ സ്വദേശിയാണ്. ഏതായാലും ഇവരെ കണക്ട് ചെയ്ത ആ ലിങ്ക് ആരാണ്, ഇവരെ നിയന്ത്രിച്ചിരുന്ന ആരാണെന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം പോലീസ് ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇവരിൽ നിന്ന് സ്ഫോടനം നടത്താൻ ഉപയോഗിച്ച സ്ഫോടനം വസ്തുക്കൾ നടത്താൻ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കളെല്ലാം തന്നെ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഏതായാലും IS ബന്ധമുള്ള 2 ഭീകരർ സൗത്ത് ഇന്ത്യയിൽ നിന്ന് പിടിയിലായി എന്നുള്ള വാർത്ത വളരെ ഞെട്ടൽ തന്നെയാണ്. ദേശീയ അന്വേഷണ ഏജൻസികളൊക്കെ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ശരി, KB ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്.